നമ്മുടെ തേർഡ് മൊഡ്യൂളാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ടെസ്റ്റിംഗ്. സോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ബ്രാഞ്ചിന് തന്നെ 2 സബ് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് എസ്റ്റിമേഷൻ, രണ്ടാമത്തത് ടെസ്റ്റിംഗ്. സോ ഇതിൽ ഈ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും എസ്റ്റിമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യത്തിനാണ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാം. സോ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ വാല്യൂ അറിയില്ല, അതായത് പോപ്പുലേഷൻ പാരാമീറ്റർ വാല്യൂ. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ ഫങ്ഷൻസ്, അതായത് പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ വേരിയൻസ്, അതുപോലുള്ള പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പോപ്പുലേഷൻ പാരാമീറ്ററിനെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ സാമ്പിൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുത്തിട്ട് ആ വാല്യൂവിനെ നമ്മൾ ഇതിലേക്ക് റീപ്ലേസ് ചെയ്യും. ശരിക്കും അങ്ങനെയല്ല. ഒരു ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അൺബയസ്നെസ്, എഫിഷ്യൻസി, സഫിഷ്യൻസി, കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. സോ പോപ്പുലേഷൻ മീനിൻ്റെ ഒരു ഗുഡ് എസ്റ്റിമേറ്ററാണ് സാമ്പിൾ മീൻ. സോ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക, ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പോപ്പുലേഷൻ പാരാമീറ്ററിനെയാണോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സാമ്പിൾ ഓൾട്ടർനേറ്റീവിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് വെക്കുക. സോ എൻ്റെ കയ്യിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഇതൊരു പെർട്ടിക്കുലർ പോപ്പുലേഷനാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സൈസ് 1000 ആണ്. ഇതിൽ മ്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലേഷനകത്ത് ഒരു സാമ്പിൾ ചൂസ് ചെയ്യും. സോ ഞാൻ ഒരു 100 സൈസിലൊരു സാമ്പിൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ സാമ്പിളിൻ്റെ മീൻ, എനിക്ക് പോപ്പുലേഷൻ മീനാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ സാമ്പിളിൻ്റെ മീനായിട്ടുള്ള എക്സ് ബാർ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ എക്സ് ബാറിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ തന്നെയാണ് മ്യൂവിൻ്റെ വാല്യൂ എന്നുള്ള രീതിയിൽ ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ആ വാല്യൂ അങ്ങ് എടുക്കും. സോ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മ്യൂവിന് എന്ത് ചെയ്യും, മുകളിലൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. ഇതിന് മ്യൂ ക്യാപ്പ്. ഇതിൻ്റെ മീനിങ് മ്യൂവിനെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തതാണ് എന്നാണ്. സോ എക്സ് ബാർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ എക്സ് ബാർ എനിക്കൊരു 50 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, മ്യൂ ക്യാപ്പിൻ്റെ വാല്യൂ ആയിട്ട് 50 അങ്ങ് കൊടുക്കും. അതാണ് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യും. അങ്ങനെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ തൽക്കാലം. അപ്പോൾ ഞാൻ ഈ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഈ വാല്യൂ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം. സോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു അസേർഷൻ, അല്ലെങ്കിൽ ഒരു സിംപ്ലി പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഒന്നെങ്കിൽ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം, ആ പാരാമീറ്ററിനെ പറ്റിയിട്ടും പോപ്പുലേഷനെ പറ്റിയും രണ്ടും കൂടി ഒരുമിച്ച് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവാം. ഇതൊന്നും അല്ലെങ്കിൽ എന്തും ആവാം, പാരാമീറ്ററായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, അതായത് നോൺ പാരാമെട്രിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ആവാം. സോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അസേർഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ്, ഒന്നാമത്തെ എന്താണ്, ഫസ്റ്റ് വൺ പാരാമീറ്റർ, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോപ്പുലേഷൻ, മൂന്നാമത്തത് ബോത്ത് പാരാമീറ്ററും വരും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷനും വരും. ആൻഡ് ഓൾസോ ഇതിന് നോൺ പാരാമെട്രിക് ആവാനും ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. മീൻ IQ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇസ് 110. ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? മീൻ IQ ഓഫ് സ്റ്റുഡൻസ്, മ്യൂവിനെ പറ്റിയിട്ടാണ്. അതായത് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാരാമീറ്റർ അല്ലേ. സോ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതൊരു എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. രണ്ടാമത്തെ നോക്കാം, ദ IQ ഹാസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതും എന്താണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ്. തേർഡ് വൺ നോക്കാം, IQ follow a normal distribution with mu is equal to 110 and sigma is equal to 10. സോ ഇവിടെ എന്തിനൊക്കെ പറ്റി വന്നു, ആ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു, അതിൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടും പറഞ്ഞു. സോ രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്ത് പറയാം, IQ is related to religion. ഇവിടെ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും പറഞ്ഞിട്ടില്ല, ഒരു പാരാമീറ്ററിനെ പറ്റിയിട്ടും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നോൺ പാരാമെട്രിക് ഇൻ നേച്ചറാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ ഉള്ള കാര്യം ഡിബേറ്റബിൾ ആണ്. തെറ്റാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് എന്ത്, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞപ്പോഴും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ശരിയും ആവാം തെറ്റും ആവാം. സോ നമ്മളത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഈ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. സോ ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്.
ഇനി ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓർ പ്രൊസീജിയർ ദറ്റ് യൂസസ് സാമ്പിൾ ഡേറ്റ ടു ഇവാലുവേറ്റ് എ ഹൈപ്പോത്തസിസ് അബൌട്ട് എ പോപ്പുലേഷൻ. സോ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ടാണോ ശരിയാണോ തെറ്റാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആ ഹൈപ്പോത്തസിസ് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ടു ടെസ്റ്റ് വെദർ എ ഗിവൺ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ ഓർ നോട്ട്. അപ്പം നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ശരിയും ആവാം തെറ്റും ആവാം എന്തും ആവാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ IQ ഇസ് റിലേറ്റഡ് ടു റിലിജിയൻ, അതൊരു സെൻസ് ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതെന്തും ആയിക്കോട്ടെ, അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പറയാം. അങ്ങനെ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ H0 എന്നാണ് പറയുക. H0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. So, a hypothesis which is tested for its possible rejection under the assumption that it is true. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സിമ്പിൾ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഹൈപ്പോത്തസിസിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈപ്പോത്തസിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് ടെസ്റ്റഡ് ഫോർ ഇറ്റ്സ് പോസിബിൾ റിജക്ഷൻ അണ്ടർ ദി അസംപ്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ H0 എന്ന് പറഞ്ഞുള്ള നൾ ഹൈപ്പോത്തസിസ് എന്തിനാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതാണെന്ന് പറഞ്ഞു, അത് ട്രൂ ആണെന്നുള്ള അസംപ്ഷനോട് കൂടിയാണ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ആരംഭിക്കുക. ആൻഡ് പോസിബിൾ റിജക്ഷൻ, അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദ ടെസ്റ്റ് നമുക്കിത് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ഹൈപ്പോത്തസിനാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ ഹൈപ്പോത്തസിസ് വിത്ത് നോ ബയസ്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്ത്, നൾ ഹൈപ്പോത്തസിസിൽ എപ്പോഴും ഈക്വൽ ടു എന്നുള്ള സൈൻ വെച്ചിട്ടാണ് വരിക എന്ന്. അതായത് ഈ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾക്കും ഒരു പ്രത്യേക പ്രിഫറൻസ് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 കമ്പനീസ് ഉണ്ട്. A എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്, B എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഈ 2 കമ്പനികളും സെയിം ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കൈൻഡ് ഓഫ് സ്റ്റീൽ ബാസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഏത് കമ്പനിയാണ് ഇതിൽ ബെറ്റർ സ്റ്റീൽ ബാസ് ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഒരു സ്റ്റീൽ ബാർ ആയതുകൊണ്ട് തന്നെ അത് ഏതാണ് ബെറ്റർ എന്നൊക്കെ അറിയാൻ നമ്മൾ എന്ത് ഒരു പാരാമീറ്ററിൻ്റെ ബേസിസിലാണ്, അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് നമ്മളത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ പറയുന്നത്. സോ ഫസ്റ്റത്തെ കമ്പനീൻ്റെ സ്റ്റീൽ ബാറിൻ്റെ മീൻ സ്ട്രെങ്ത്ത് ഒരു μAയും രണ്ടാമത്തെ കമ്പനിയുടെ സ്റ്റീൽ ബാറിൻ്റെ മീൻ സ്ട്രെങ്ത്ത് ഒരു μBയും ആണെന്ന് വിചാരിക്കാം. ഇതിലേത് കമ്പനിയുടെ സ്റ്റീൽ ബാറാണ് നല്ലതെന്നാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ ഹൈപ്പോത്തസിസ് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? H0 സച്ച് ദാറ്റ് ഫസ്റ്റ് കമ്പനിയുടെ സ്റ്റീൽ ബാർസിൻ്റെ മീൻ സ്ട്രെങ്ത്ത് ആയിട്ടുള്ള μA ആണ് ബെറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫോം ചെയ്യാം. തൽക്കാലം വിചാരിക്കാൻ അങ്ങനെ പറ്റില്ല, എന്നാലും വിചാരിക്കാം μA ഗ്രേറ്റർ ദാൻ μB, അതായത് A കമ്പനിയുടെ ആണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബീൻ്റെതാണ് ബെറ്റർ എന്നുള്ള രീതിയിലും എനിക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി രണ്ടും ഒരേപോലെ നല്ലതാണെന്നുള്ള രീതിയിലും എനിക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഈ 2 കമ്പനികൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, A കമ്പനിക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ B കമ്പനിക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വണ്ണിൽ രണ്ടിനും ഈക്വൽ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. സോ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയസ് ഇല്ലാത്ത ഒരു ഹൈപ്പോത്തസിസ് ആയതുകൊണ്ട് തന്നെ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഒരിക്കലും ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ ടു എന്നുള്ള സൈൻസ് വെച്ചിട്ടൊന്നും ഫോം ചെയ്യില്ല. എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ടു സിമ്പിൾ ആയിരിക്കും നമ്മുടെ നൾ ഹൈപ്പോത്തസിസിന് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, if we want to test the hypothesis that mean IQ is 110, അപ്പോൾ മീൻ IQ 110 ആണോ അല്ലയോ എന്നുള്ളതാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ നൾ ഹൈപ്പോത്തസിസ് ഞാൻ എങ്ങനെ ഫോം ചെയ്യണം? H0 സച്ച് ദാറ്റ് μ is equal to 110. ഇനി അവസാനം ചിലപ്പോൾ എൻ്റെ ടെസ്റ്റിങ്ങിൽ ഇത് തെറ്റാന്ന് കണ്ടുപിടിക്കാം, ശരിയാന്ന് കണ്ടുപിടിക്കാം, അത് ഡിപ്പെൻഡ്സ്. പക്ഷേ എൻ്റെ നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ടു സൈനിൽ തന്നെ ആയിരിക്കണം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. ഈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ H1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നൾ ഹൈപ്പോത്തസിസ് H0ഉം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1ഉം.
സോ ഈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദ ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് ടെസ്റ്റഡ് എഗെയിൻസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് കോൾഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമ്മളിപ്പോൾ നൾ ഹൈപ്പോത്തസിസ് H0 നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റഡി നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. ഇപ്പോൾ റിജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ, ഇപ്പോൾ H0 സച്ച് ദാറ്റ് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ മ്യൂ ഇസ് ഈക്വൽ ടു 110. ഇതിനെ ഞാൻ റിജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് സ്റ്റഡിയിൽ അവസാനം എത്തേണ്ടത്? അതായത് 110 എന്നുള്ളത് 110-നെക്കാട്ടും കൂടുതലാണോ, മീൻ കുറവാണോ, ഇനി ഇത് രണ്ട് അൺഈക്വൽ ആണെന്നാണോ, എന്താ അതിൻ്റെ മീനിങ്? അത് മീനിങ്ലെസ് ആണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് മാത്രം സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റഡിയിൽ എപ്പോഴും നൾ ഹൈപ്പോത്തസിസിൻ്റെ ഓപ്പോസിറ്റുള്ള, അതായത് അത് റിജക്റ്റ് ചെയ്താൽ നമ്മൾ എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി സ്പെസിഫൈ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ ഈ മ്യൂ ഇസിക്വൽ ടു 110 എന്നുള്ളതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു നൾ ഹൈപ്പോത്തസിസ് എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 110 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് മ്യൂ ഇസ് ഈക്വൽ ടു 110 ആണ് നമ്മുടെ H0 ആൻഡ് H1 സച്ച് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 110 ആണെന്ന് വിചാരിക്കാം. സോ ഞാൻ എൻ്റെ ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ മീനിങ് ഇത് ശരിയാണ് എന്നാണ്. സോ എപ്പോഴും നൾ ഹൈപ്പോത്തസിസിനെതിരെ സെറ്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക, നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്താൽ മറ്റേതാണ് ശരി എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ ഡിക്രീസിങ്, ഇൻക്രീസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേർഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 110 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ ടെസ്റ്റിനെ റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. സോ ടെസ്റ്റിൻ്റെ സ്വഭാവം മാറുന്നത് നൾ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തല്ല, പകരം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഞാൻ നേരത്തെ 110 അല്ലേ മീൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ ഗ്രേറ്റർ ദാൻ 110, അതായത് 110ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഏതോ ഒരു വാല്യൂ ആണെന്നാണ്. സോ അത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി മ്യൂ ലെസ് ദാൻ 110 ആണെന്ന് വിചാരിച്ചോ, അതായത് 110ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏതോ ഒരു വാല്യൂ ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത്. സോ അതിനെ നമ്മൾ ലെഫ്റ്റ് ടൈൽഡ് എന്ന് വിളിക്കും. ഇനി മ്യൂ നോട്ട് ഈക്വൽ ടു 110 ആയാലോ, 110ൻ്റെ ലെഫ്റ്റിലേക്കും പോവാം റൈറ്റിലേക്കും പോവാം, രണ്ട് സൈഡിലേക്കും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഇരിക്കും നമ്മൾ നമ്മുടെ ടെസ്റ്റിനെ ടു ടൈൽഡ് ടെസ്റ്റ് എന്ന് വിളിക്കും. The final conclusion once the test has been carried out is always given in terms of the null hypothesis. So അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് H0 110 എന്ന് പറയുന്ന H0 ഞാൻ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണെങ്കിൽ കൂടി നമ്മൾ ഒരിക്കലും ആ ഒരു പേരിൽ അതിനെ പറയില്ല. എപ്പോഴും നമ്മൾ H0 റിജക്റ്റ് ചെയ്തു, H0 അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ പറയുള്ളൂ. H0 അക്സെപ്റ്റഡ്, അതിൻ്റെ അണ്ടർലൈങ് മീനിങ് എന്ന് പറയുന്നത് H1 റിജക്റ്റഡ് എന്നാണ്. ഇനി അതുപോലെ തന്നെ H0 റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടർലൈനിങ് മീനിങ് എന്താണ്? H1 അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും H1 പേരിൽ, അതായത് H1 റിജക്റ്റഡ് H1 അക്സെപ്റ്റഡ് എന്ന് പറയില്ല. എപ്പോഴും നമ്മൾ H0 പേരിലാണ് നമ്മുടെ ഡെസിഷൻ സ്റ്റേറ്റ് ചെയ്യുക. Test statistic. A function of the sample observation used for the testing procedure അല്ലെങ്കിൽ testing purpose is called test statistic. So function of sample observation നമ്മൾ എന്താ പറയുന്നത്? Statistic. പോപ്പുലേഷൻ ഫങ്ഷൻസിനാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുക, സാമ്പിൾ ഫംഗ്ഷനെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. യൂസ് ഫോർ ടെസ്റ്റിംഗ് പേർപ്പസ്. സോ ടെസ്റ്റിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കിനെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. For example, if a null hypothesis is concerned about mean IQ of students, we can take the mean IQ of sample as the test statistic. So, sample mean പറ്റി, population mean പറ്റിയിട്ടാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സാമ്പിൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ മീൻ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.